ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റേഴ്സാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലുലു മാളിലേക്ക് ഒരു 5.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. കാക്കനാട് സീപോർട്ട് റോഡ് വളരെ അടുത്താണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. മെയിൻ റോഡിൽ നിന്നും നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ബസ് കയറണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻ റോഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. ഒരു 150 മീറ്റർ, 150 മീറ്റേഴ്സ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്താം. അപ്പോൾ വളരെയധികം ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര അടുത്തൊക്കെ ആകുമ്പോൾ ചെറിയൊരു വീടായിരിക്കും എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. പക്ഷേ അല്ല, 4 സെൻറ്റിൽ നല്ലൊരു സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും പ്രൈസും സ്ക്വയർ ഫീറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റും കൂടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് കാണുക. നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളും നല്ല ഡിസൈനും ഭംഗിയുള്ള പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന വഴി മെയിൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ ആ ടാറിട്ട റോഡൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വില്ലകളാണ്. അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ടടുത്ത വീടുകളുണ്ട്. ഓപ്പോസിറ്റായിട്ടൊക്കെ ധാരാളം വീടുകളുള്ള ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകളിലേക്കുള്ള റോഡ് ഇൻ്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗേറ്റ് മതിൽ നോക്കും. ഫസ്റ്റ് മതിൽമേൽ തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ട് മിൽക്കി വൈറ്റ് 2 എഗ് ഷേപ്പുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഗേറ്റ് വന്നിട്ട് ലേസർ കട്ട് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റിന് അവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് വീടിൻ്റെ മുറ്റം, കാർ പോർച്ച്, സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ഭംഗിയായിട്ട് കടപ്പ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ ഗ്രാസുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ 2 എണ്ണമാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വാഹനം കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പറ്റും. 2 വീലേഴ്സ് ഒക്കെ ധാരാളം വയ്ക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ നമുക്ക് കവേർഡ് ആയിട്ട് ഒരു കാർ പോർച്ചാണ് ഈ ഒരു വീടിനുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെയിൻ 2 പില്ലേഴ്സ്, കാർ പോർച്ചിൻ്റെ മെയിൻ പില്ലേഴ്സ് വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടും സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിലും കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു എഡ്ജിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീട്ടിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഭാഗത്തായിരുന്നു നമുക്ക് ഒരു കാറ് കവേർഡ് ഒരു പോർച്ചിൽ ഒരു കാറ് പാർക്ക് ചെയ്യാം. അതുകൂടാതെ ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 2 കാറുകൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും 2 സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വീടിരിക്കുന്നത് മിഡിലായിട്ടാണ്. വീടിൻ്റെ 2 സൈഡിലും ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബോർവെൽ വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ KWയുടെ വാട്ടർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം 2 ടൈപ്പ് ഓഫ് വാട്ടറാണ് നമുക്കിവിടെ ഡ്രിങ്കിങ്ങിനായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം 1-2 ചെയറുകൾ ഇടാവുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ അവർ ചെയ്തിരിക്കുന്നത്. 2 പാളിയുടെ ആയിട്ടാണ് നമുക്ക് 2 ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു മെയിൻ ഡോറ് വീടിൻ്റെ കൊടുത്തിരിക്കുന്നത്.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള വിട്രിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് കളറിലെ ഡിസൈനും കൂടെ ആ ഒരു ടൈലിൽ വരുന്നുണ്ട്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ വിൻഡോസ് വിസിബിൾ ആണ്. രണ്ട് ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോ ഇരിക്കുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള പെയിൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വിസിബിൾ ആണ്. അത്യാവശ്യം നമുക്ക് TV കാണാനിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് അവരവിടെ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ബ്ലാക്കും ഒരു വൈറ്റ് എന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയ ഗ്രേ കളറും കൂടിയ ഒരു ഡിസൈനും ഒരു കളറൊക്കെയാണ് TV യൂണിറ്റിന് അവർ ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ വന്നിട്ട് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളൊക്കെ ആയിട്ടാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു ഏരിയ അവർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഗസ്റ്റ് ലിവിങ് സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു എൻട്രൻസ് നമുക്ക് കാണാം. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നിറയെ ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതിലൊരു ഗ്ലോസി ടൈപ്പ് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഡിസൈനോട് കൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തായിട്ട് ധാരാളം വിൻഡോകൾ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ 2 വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് നോക്കുവാണെങ്കിലും കാണാം ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഡൈനിങ് റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാവുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 7 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഹാളിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇത്രയും ഒരു ഭാഗം വന്നിട്ട് അവർ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന പോർഷനിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇത്ര ഏരിയ മാത്രം അവർ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വീടിൻ്റെ ടോപ്പ് എൻഡാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടറും വാഷ് ഏരിയയൊക്കെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ അവർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ഫിറ്റിങ്സ് വന്നിട്ട് സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിരിക്കുന്ന അത്രയും ആ ഒരു ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ബ്രിക്കിൻ്റെ മോഡലിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൂടാതെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം കബോർഡുകളും അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഭംഗിയുള്ള ഒരു മിററും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് വരുന്നത്. ഒരു ബെഡ്റൂം താഴെയും ബാക്കി 3 ബെഡ്റൂമുകൾ മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫീറ്റ് അളവിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എത്രയാണെന്ന് അറിയണമെങ്കിലും റേറ്റ് അറിയണമെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. അതുകൂടാതെ കബോർഡ് ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അതിനോട് അറ്റാച്ച് ചെയ്തവർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ് കബോർഡിനായിട്ട് അവരവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിലും ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഒന്നും വലിയ ആർഭാടമാക്കാതെ നല്ല ആവശ്യത്തിലുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിലൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുമ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈനോട് കൂടിയ ടൈലുകളൊക്കെ തന്നെയാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഫിറ്റിങ്സും വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ചു ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ താഴെ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. അത്യാവശ്യം കുറച്ചൊരു ഗ്ലാസിൻ്റെ പോർഷനുകളും വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്ലോർ ടൈൽ വന്നിട്ട് കുറച്ച് ഗ്രിപ്പുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള കളറാണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പേസ് അവരിവിടെ കിച്ചണിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
കിച്ചണകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫുള്ള് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് കിച്ചണകത്തെ കബോർഡുകൾക്കും സറൗണ്ടിങ് ഏരിയാസിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ താഴെ കാണുന്ന ബ്ലാക്ക് ഫുള്ള് കബോർഡാണ്. ഈ ടോപ്പ് എൻഡിൽ കാണുന്ന വൈറ്റും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കബോർഡുകളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനൊക്കെ വന്നിട്ട് വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 3 വിൻഡോസും 2 സിംഗിൾ വിൻഡോസ് ആ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകൾ കൂടാതെ നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓപ്പൺ ഷെൽഫുകളും അവരിവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ ഡോറ് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ഡോറുകളൊക്കെ വെച്ച് മുകളിലും സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നല്ല പോളികാർബൺ ഷീറ്റുകളൊക്കെ ഇട്ട് കവർ ചെയ്ത് വളരെ സേഫായിട്ടാണ് അവർ ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റി അവർ താഴെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവിധ ഫെസിലിറ്റികളോടും കൂടി തന്നെ ഒരു കിച്ചണോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് വർക്ക് ഏരിയയും അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് മുകളിലേക്ക് ആ ഒരു വരുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് എത്തുന്നത് വരെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകൾ ഇട്ടിട്ടാണ് ഫുള്ളായിട്ടും സേഫായിട്ടും അവർ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് കയറി വരുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുന്ന വഴികളെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ മുകളിലേക്ക് കയറി വരുന്നത് ഇവിടുത്തെ ഒരു ചെറിയ ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ആ ഭാഗത്തും ഈ ഒരു ഹാളിൻ്റെ ഓപ്പോസിറ്റും ഒക്കെ ആയിട്ട് അവർ അത്യാവശ്യം നല്ല വെളിച്ചം കയറാനായിട്ടും സൺലൈറ്റ് കയറാനൊക്കെ ആയിട്ട് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് പെർഗോള മോഡലിലാണ് അവിടെ ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്, ഒരു ചെറിയ ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ TV യൂണിറ്റ് വയ്ക്കാനുള്ള എല്ലാ സ്പേസും കാര്യങ്ങളും സ്വിച്ചസും എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് റൂഫിൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് അവർ LED ലൈറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂമുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ആദ്യം ഒരു ഡോറ് കാണാം. അതിവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടുത്തെ ഈ ഡോറുകളുടെയൊക്കെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ താഴെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 2 സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വീതം അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ താഴെ കണ്ട പോലെ സെയിം ആ ഒരു ബ്ലാക്ക് കളറിലുള്ള വാർഡ്രോബ് വിത്ത് മിററാണ് ഈ ഒരു സൈഡിലും അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിലും വന്നിട്ട് അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളുടെയും ഡോറ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് എല്ലാത്തിൻ്റെയും ഡോറ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ടൈലുകളുടെ എല്ലാം കളർ കോമ്പിനേഷൻസ് സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഹാളിൽ എത്തുന്ന സമയത്ത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയ സ്പേസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വയ്ക്കണം എന്നുണ്ടെങ്കിലോ പൂജാമ്പർ സെറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഇവിടെ ഒരു ചെറിയ സ്പേസ് കൂടി അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് അവർ 2 വോളുകളിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വിത്ത് മിറർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതിൻ്റെയും ഡോറ് വളരെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള കളർ കോമ്പിനേഷൻ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ബ്ലാക്കിൻ്റെ പകരം ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും വൈറ്റും വരുന്ന കോമ്പിനേഷനാണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീട്ടിലെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 ബെഡ്റൂമുകൾ ഫൈനൽ ബെഡ്റൂമാണ് ഇനി കാണാനുള്ളത്. ഇതാണ് ഇവിടുത്തെ 4th ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമും മറ്റുള്ളതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ കബോർഡ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. കബോർഡുകളെല്ലാം തന്നെ നല്ല ഫെസിലിറ്റിയോട് കൂടി തന്നെ 2-3 ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലെ റൂഫിൽ വന്നിട്ടും നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബാത്റൂമിൻ്റെ പോലെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ് ആണ്. നമ്മളവിടെ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് 3 ഡോറുകൾ കണ്ടു. ആ 3 എണ്ണമായിരുന്നു ഇവിടുത്തെ ബെഡ്റൂമുകൾ. ഫൈനൽ ആൻഡ് 4th ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അതിനുള്ളിലെല്ലാം ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ താഴെ നിന്നുള്ള പില്ലറിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടേക്ക് വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണത് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അത്യാവശ്യം ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ സറൗണ്ടിങ്സിൽ ഫുള്ളായിട്ട് തന്നെ കാണുന്നത്. ഒരുപാട് നൈബേഴ്സും ഒരുപാട് വീടുകളും ഒക്കെയുള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ഈ ഒരു ബാൽക്കണി സ്പേസ് കണ്ടു. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഇത് മുകളിൽ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് അവർ വാർത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അതിൻ്റെ ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലെത്തുന്നത് വരെയുള്ള സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലെ ടെറസിലേക്കാണ് ചെല്ലാൻ പറ്റുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത് വീട് ചോദിക്കുന്ന ഒരുപാട് ക്ലയൻസ് നമുക്കുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് എടപ്പള്ളി ലുലു മാളിലേക്ക് 5.5 കിലോമീറ്റേഴ്സും ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റേഴ്സുമാണ് വരുന്നത്. അപ്പം ആക്സസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാം. ഈ വീടിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2200 ആണ് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. അതുകൂടാതെ 2 വെഹിക്കിളുകൾക്ക് കംഫർട്ടായിട്ടും അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ 3 വെഹിക്കിളുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീടിന് താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,00,000 രൂപയാണ്. 1,10,00,000 ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് സ്ലൈറ്റ്ലി മാത്രമാണ് നെഗോഷ്യബിൾ. വളരെ ചെറുതായിട്ട് മാത്രമാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാനത് എടുത്ത് പറഞ്ഞതിനുള്ള കാരണം നമുക്ക് പല കസ്റ്റമേഴ്സും വിളിച്ചിട്ട് വീട് പോലും കാണാതെ നമ്മളോട് ആ വീട് എന്തിന് കിട്ടും, ഈ വീട് എന്ത് റേറ്റിൽ കിട്ടുമെന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വീടിനെക്കുറിച്ച് നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ, ഇപ്പം കാക്കനാട് എന്നൊക്കെ പറയുന്ന ഒരു പ്രൈം ലൊക്കേഷനോട് അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ നോക്കിയാലും വളരെ ചെറുതായിട്ട് മാത്രമായിരിക്കും ആ വീടിൻ്റെ പ്രൈസ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയിലുള്ള ഈ ഒരു മനോഹരമായ വീടിന് 1,10,00,000 എന്ന ഓണർ ചോദിക്കുന്ന വില ഒട്ടും കൂടുതലല്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഓണറായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു വീടിനെന്നല്ല മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന ഏത് വീടുകൾക്കും നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. അപ്പോൾ മാർബിൾ ഹോംസിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വീട് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന വീടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നമ്മളെ വിട്ടിട്ട് അടുത്തൊരു ഏജൻറ്റിൻ്റെ കയ്യിലുള്ള വീടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്കൊരു വീടെടുക്കണം, അത് നമ്മൾ മാർബിൾ ഹോംസ് വഴിയല്ല, വേറെ ആരെങ്കിലും വഴിയാണ് വീടെടുക്കുന്നതെങ്കിലും, ഒരു യൂസ്ഡ് വീടാണ് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിലും അതിനുള്ള ലോൺ ഫെസിലിറ്റികൾ, അപ്പോൾ ലോൺ മാത്രം നിങ്ങൾക്ക് മതി, നമ്മുടെ കയ്യിൽ നിന്ന് വീട് വേണ്ട എങ്കിൽ ലോൺ ഫെസിലിറ്റി മാത്രമായിട്ടും ചെയ്തു തരാനും ഞങ്ങൾ റെഡിയാണ്.
അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബാർ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളെല്ലാം കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വീഡിയോസ് കാണുന്നതിനായിട്ട് മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.